ഇവളാണ് പെണ്ണ്, യഥാർത്ഥ പെണ്ണ്. അത് ഈ തീവ്ര ഫെമിനിസ്റ്റുകളല്ല. ആണിന്റെ വേദന, അവരുടെ സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന പെണ്ണ്. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഈ സഹോദരിയുടെ വീഡിയോ ആണ്. ഇവരാരാന്നറിയില്ല, അവരുടെ പേരെന്താണെന്നറിയില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, കിട്ടിയില്ല. ആരെങ്കിലും അറിയുന്നെങ്കിൽ പറയുക. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ വാക്കുകൾ വൈറലാണ്. ഓരോ മലയാളിയും ഓരോ മനുഷ്യനും കേൾക്കേണ്ട വാക്കുകളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ കേൾക്കുന്നതാണ്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊരു തിരിച്ചറിവും ആണുങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒന്നും കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. എന്തായാലും ആ പെൺകുട്ടിയുടെ വൈറൽ വീഡിയോ കാണാം. ഒരു സ്ത്രീയാണ് നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കല്ലേ, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാം. നമ്മുടെ ചെക്കന്മാരൊക്കെ നിങ്ങൾ വല്ല ആഗ്രഹ സാധനം കൊടുത്ത് വാങ്ങിച്ചത് അത് അവർ നിങ്ങൾക്ക് ഇനി വേണ്ടേ? ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ കാത്തു നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടുന്നത്. ഇനി ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടാവും. അപ്പോഴായിരിക്കും എന്റെ എൻട്രി. ടിക്കറ്റ് പോലും എടുക്കാത്ത എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടിരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് തരണം. തന്നില്ലെങ്കിൽ ഞാൻ പറയും ഇത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ നിങ്ങൾ ആണുങ്ങളും മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഒരു പൊട്ടനെ പോലെ എഴുന്നേറ്റ് തരണം. കാരണം അതാണ് നിയമം. അടുത്ത മാസം തൊട്ട് നമ്മുടെ KSRTC ബസ്സിൽ നടക്കാൻ പോകുന്ന ഒരു സ്ഥിരം കലാപരിപാടി ഇരിക്കും. കാശ് കൊടുക്കുന്നവർ കമ്പിയെ തൂങ്ങി നിൽക്കണം, കാശ് കൊടുക്കാത്തവർ കസേരയിൽ ഇരിക്കണം. ശുദ്ധ കണ്ടിത്തരമല്ലേ? എന്താ ആണുങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്ത ബസ്സിന്റെ ഗിയർ മാറൂലേ? ആണുങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ പുരുഷന്മാരായതുകൊണ്ട് ഇരട്ടി ശമ്പളം കൊടുക്കുന്നുണ്ടോ? അതോ ആളൊന്നിന് പണം കഴിക്കുന്ന മരത്തിന്റെ തൈ വല്ലതും കൊടുക്കുന്നുണ്ടോ? സ്ത്രീ സുരക്ഷയ്ക്കുള്ള മാറ്റമാണിതെങ്കിൽ പുരുഷന്മാരുടെ സുരക്ഷ ആരും നോക്കും? ഒരുപാട് ഞരമ്പന്മാര് ബസ്സിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന് അറിയാതെ പോലും തട്ടാത്ത മാന്യന്മാരും ഇല്ലേ? ഇനി അറിയാതെ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ അവരെ പീഡകനാക്കി ചിത്രീകരിക്കുന്ന സ്ത്രീകളും ഇതേ ബസ്സിൽ തന്നെ. അപ്പൊ പുരുഷന്മാർക്ക് സുരക്ഷ വേണ്ടേ? ഒരു സംഘടനകളും ചോദിച്ചു വരില്ല എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് പോലും വേണ്ടാത്ത തെണ്ടികളാണോ പുരുഷന്മാര്? അല്ല, നാണവും മാനവും ഇനി സ്ത്രീകളുടെ മാത്രം കുത്തകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടോ? ഈ സൗജന്യങ്ങളൊക്കെ എപ്പോഴും ഒരു വിഭാഗത്തിന് മാത്രം കിട്ടിയാൽ മറുവിഭാഗത്തിന് അമർഷം ഉണ്ടാവും. ബസ് ചാർജ് എല്ലാവർക്കും ഒരുപോലെ കുറച്ചു നൽകാം. ഇനി ഫ്രീ ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ രോഗികൾ, വയോധികർ, വികലാംഗർ, വിദ്യാർത്ഥികൾ, അങ്ങനെ എത്ര അർഹതപ്പെട്ട കാറ്റഗറികളുണ്ട്. സ്ത്രീകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് എന്തോ ഒലക്കയുടെ മൂടാണ് കൂടുതലുള്ളത്. സൗജന്യത്തിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. ചോദ്യം ചോദിക്കുന്നവരെയും വിയോജിക്കുന്നവരെയും എപ്പോഴും വിമർശകരായിട്ട് കാണുകയും വേണ്ട. കാരണം ഇതൊരു വ്യക്തിയോടോ പാർട്ടിയോടോ അല്ല, നിയമത്തോടും നീതിയോടുമാണ്. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണെങ്കിൽ നീതിയും സൗജന്യവും സംരക്ഷണവും കിട്ടേണ്ടത് ജനങ്ങൾക്കാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഇന്ന് വർണ്ണത്തിലോ ജാതിയിലോ വിവേചനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലിംഗവിവേചനം? വേണ്ടി വന്ന തെങ്ങേ കയറാൻ അറിയാവുന്ന മിടുക്കികളും മീൻകറി വെക്കാൻ അറിയാവുന്ന മിടുക്കന്മാരുമുള്ള കേരളത്തിൽ ഇത്തരം ആനുകൂല്യങ്ങൾ പുതിയ തലമുറ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അധ്വാനിച്ച പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്റെ അപ്പനൊരു പുരുഷനായിരിക്കെ ഒരു സ്ത്രീ എന്ന ഞാൻ ഒരിക്കലും ഒരു ബസ്സിലും ഈ അന്യായ ആനുകൂല്യത്തിന്റെ പങ്കുപറ്റി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യില്ല. വായ തുറന്ന് പറയണം, കണ്ണു തുറന്ന് കാണാൻ. ഗംഭീരം. അടുത്തിടയ്ക്ക് കേട്ട രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ആ സഹോദരി ആരാണെന്ന് അവരുടെ കോണ്ടാക്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞതെല്ലാം സത്യ. ആണുങ്ങൾക്ക് പലപ്പോഴും ആണുങ്ങൾ അരികു ചേർക്കപ്പെടുകയാണ്. ബസ്സിലെ യാത്രകൾ മാത്രമല്ല, എത്രയോ സീരിയസ് പ്രശ്നങ്ങൾ, ഈ കള്ളക്കേസുകളിലൊക്കെ കുടുങ്ങുന്നവരുടെ എണ്ണം ക്രമാതീതമാണ്. സാധാരണക്കാർക്ക് അറിയുന്നതിൽ നിന്നും പേടിപ്പിക്കുന്നതിൽ നിന്നും അധികമാണ്. ആണുങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ട് മെക്കാനിസവും ഇല്ല. ഇതേപോലെ സ്ത്രീകൾ, സഹോദരിമാർ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദവും ഉയർത്തണം. സഹോദരി ആരാണെങ്കിലും, പെങ്ങൾ ആരാണെങ്കിലും, ഈ സുഹൃത്ത് ആരാണെങ്കിലും അവർക്ക് വലിയൊരു പ്രണാമം, വലിയൊരു സല്യൂട്ട്. ഇതേപോലുള്ള മിടുക്കികളായ പുതിയ തലമുറയിലെ ജെൻസി യുവാക്കൾ, അതിൽ എസ്പെഷ്യലി യുവതികൾ മുമ്പോട്ട് വരട്ടെ. ആണിന് വേണ്ടിയും കൂടി ശബ്ദം ഉയർത്തണം. കാരണം നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മകൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. സിസ്റ്റം, ഗവൺമെന്റ് സംവിധാനം നമ്മളെ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല. നമ്മൾ പുരുഷന്മാർ നിയമപരമായി അല്ലെങ്കിൽ സിസ്റ്റമിക്കായി അനാഥരാണ്. നമുക്ക് യാതൊരു സപ്പോർട്ടുമില്ല. ആ സഹോദരി, ആ അനാഥരായ നമ്മളെ പിന്തുണയ്ക്കുന്നതിന് വലിയ നന്ദിയും സ്നേഹവും പറയും.